പിന്നെ സമസ്തയുടെ അനുഭാവികളായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഫോട്ടോകളും ടെക്സ്റ്റുകളും ഇട്ട് വെറുതെ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനം നിങ്ങൾ തകർക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഈ ഫോട്ടോയിൽ നല്ല ചിരിച്ചു കിടക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, ഞാൻ അവരെ മോശപ്പെടുത്തുകയല്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കരുവാരണ്ട് ഗ്രൂപ്പാണല്ലോ, ഈ മൊയ്തീൻ ഫൈസി പുത്തനൈ സമസ്തന്റെ മുഷാവറംഗമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ എന്താണെന്നറിയോ, ഏകദേശം 1980-കളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എതിരെ സമസ്തയുടെ പല പണ്ഡിതന്മാരും അതിരൂക്ഷമായ വിമർശനം നടത്താൻ ഒരു കാരണമുണ്ടായി. അതെന്തായിരുന്നു അറിയോ? ഒരു പണ്ഡിതന്റെ മരണമായിരുന്നു. ആ പണ്ഡിതന്റെ ഫോട്ടോ പത്രത്തിൽ വന്നതായിരുന്നു കാരണം. അതായത് ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ സമസ്തന്റെ പതിറ്റാണ്ടുകളോളം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ കെ അസം മുസ്ലിയാരുടെ അനുജൻ മുജാഹിദുകൾക്കെതിരെ ധീരമായി നിരന്തരമായി വാദപ്രതിവാദം നടത്തിയിരുന്ന ഇ കെ അസം മുസ്ലിയാർ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മുഖം, മരണപ്പെട്ട് കിടക്കുന്ന ആ മുഖം ഫോട്ടോ എടുത്ത് ചന്ദ്രികയിൽ ലീഗുകാരത് പ്രസിദ്ധീകരിച്ചു, അല്ലെങ്കിൽ ചന്ദ്രികന്റെ റിപ്പോർട്ടർമാരത് പ്രസിദ്ധീകരിച്ചു. അതിന്റെ പേരിൽ ഞങ്ങളുടെ ഗുരുനാഥന്റെ ഭീകരമായ മുഖം പത്രത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞ് ലീഗിനെതിരെയും ശിഹാബ് ഒക്കെ എന്തെല്ലാം രൂക്ഷമായ വിമർശനങ്ങളാണ് നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും നടത്തിയത് എന്ന് ഓർമ്മയുള്ളവർക്കൊക്കെ അറിയാം. ഒന്നുമില്ലെങ്കിൽ ഈ മൊയ്തീൻ ഫൈസി പുത്തനൈ എന്ന് പറയുന്ന ഇന്നത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും അതുപോലെ മുഷാവർ അംഗവുമായ അദ്ദേഹത്തോട് ചോദിച്ചാൽ നന്നായിട്ട് മൂപ്പർക്ക് അറിയും. ഇനി മൂപ്പരെ അറിയില്ലെങ്കിൽ ഈ വർത്താനം ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ആർക്കാണ് അറിയാന്നുള്ളത് മൂപ്പർക്ക് അറിയാം. മൂപ്പർക്ക് അത് അന്വേഷിച്ച് മനസ്സിലാക്കാനും പറ്റും. മനസ്സിലായില്ലേ? ആ ചന്ദ്രികയിൽ ആ ഫോട്ടോ വന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. മനസ്സിലായില്ലേ? ആ ഇ കെ അസം മുസ്ലിയാര് കെലിമല്ലാതെ മരിച്ചു എന്ന് പറയോ? ഇ കെ അസം മുസ്ലിം മരണപ്പെട്ട് കെലിമല്ലാതെയാണ്, കെലിമത്ത് അല്ലാതെയാണ് മരണപ്പെട്ടത് എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഈ വർത്താനൊക്കെ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സമസ്തയുടെ ആദർശം ശരിയാണ് എന്ന് മുജാഹിദുകളോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങളിൽപ്പെട്ട ഒരു തരിമ്പ് രേഖ പോലും ഇല്ലാതിരിക്കുമ്പോ ഈ ജാതി വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാനാണ് പലരും ശ്രമിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാണ്, സമസ്തയുടെ മുസ്ലിംമാര് പറയുന്ന ഏതെങ്കിലും ഒരു വാക്കിന് രേഖയുടെ ഒരു തരിമ്പുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അശ്ശരി ത്വരീഖത്ത് പ്രകാരം അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നാണ് സമസ്തക്കാര് പറയുന്നത്. അഥവാ മുജാഹിദുകൾ അശ്ശരി ത്വരീഖത്തിനെതിരാണ്, ഇമാം അശ്ശരിക്കെതിരാണെന്നാണല്ലോ, അതുകൊണ്ട് പുത്തംവാദികളാണെന്നാണല്ലോ. എങ്കിൽ ഇമാം അശ്ശരിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് അദ്ദേഹം 4 പ്രമാണം ഉദ്ധരിച്ച് മുജാഹിദുകൾക്ക് എതിരായും സമസ്തക്ക് അനുകൂലമായും ഒരു അരവരി പറഞ്ഞത് ഈ സമസ്തന്റെ മൂല്യമാർക്ക് കൊണ്ടുവരാൻ കഴിയുമോ? മരണം വരെ ശ്രമിച്ചാലും ഇവർക്ക് കഴിയൂല. എന്നാൽ സമസ്തക്ക് എതിരായും മുജാഹിദുകൾക്ക് അനുകൂലമായും ഇമാം അശ്ശരി ഉദ്ധരിച്ച നിരവധി ഡസൻ കണക്കിന് ഉദ്ധരണികൾ ഇപ്പുറത്ത് മുജാഹിദുകൾക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പൊ എന്താന്ന് വെച്ചാൽ ആദർശത്തിന്റെ വിഷയത്തിൽ വട്ടപൂജ്യമായി നിൽക്കുന്ന സമസ്തയുടെ ആളുകൾ ഒന്നുമില്ലാത്ത സമയത്ത് മുങ്ങിച്ചാവാൻ പോകുന്നവന് പുൽക്കൊടി സുരക്ഷ എന്ന രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഇവിടെ മരണപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം എന്റെ ഗുരുനാഥനാണ്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? ആ മുജാഹിദുകൾ സമസ്തക്കാരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയുന്നുണ്ടല്ലോ എന്നാ. അല്ല, സമസ്തക്കാരൊക്കെ മുശ്രിക്കാണെന്നല്ല പറയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ അവർ 5 നേരം നമസ്കരിക്കുന്നവർ, പരിശുദ്ധമായ ഖിബിലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്നവർ, ഇങ്ങനെയുള്ള ഈ ആളുകൾ മുസ്ലിങ്ങളാണെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടതേ. മൻ സല്ലാ സ്വലാത്തന, നമ്മുടെ നമസ്കാരം നമസ്കരിച്ചവർ, വസ്തഖ്ബല ഖിബിലതന, നമ്മുടെ ഖിബിലയിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചവർ, വാക്കല ദബിയതന, നമ്മളർത്ത് തിന്നുന്നവർ, ഫഹുവൽ മുസ്ലിം, അവർ മുസ്ലിമാണെന്നാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ നാട്ടിൽ വന്ന സമസ്തന്റെ പള്ളിയിൽ കയറി നിസ്കരിക്കാറുണ്ടല്ലോ, അവിടുത്തെ ഇമാമിനെ തുടരാറുണ്ട്.
കാരണം ആ ഇമാമ് കെലിമയിൽ നിന്ന ആളുകളാണ്, നിസ്കരിക്കുന്ന ആളുകളാണ്, കഅബയിലേക്ക് തിരിയുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, അവരെ തുറന്ന് നിസ്കരിക്കാം. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ മുസ്ലിങ്ങളാണ്, ഇവർക്ക് വേണ്ടി മർഹമത്തും മഗ്ഫിറത്തിനും വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. പക്ഷെ ഈ ജാതി പരിപാടികൾ, മരണപ്പെട്ടിട്ട് അവർ ചിരിച്ചിറക്കണ ഫോട്ടോ കണ്ടു, അതിന്റെ പേരിൽ അവര് കെലിമയിലാണ്, അവർ സ്വർഗത്തിക്കാനുള്ള ആ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ കാസം മൂല്യരെ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടേണ്ടി വരും എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.